അക്കൗണ്ടിങ് ആണ് സോഷ്യൽ അക്കൗണ്ടിങ്. സോ മെയിനായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്സ് ആണ് പഠിക്കാനുള്ളത് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്തൊക്കെ ബ്രാഞ്ചസ് നമ്മൾ മെൻഷൻ ചെയ്തു? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് വരും, ഫൈനാൻസ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്, അതായത് മാനുഫാക്ചറിങ് ടൈമിൽ പ്രോഡക്ട്സിൻ്റെ വാരിയസ് സ്റ്റേജസിലുള്ള അതിൻ്റെ കോസ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെൻഷൻ ചെയ്യുന്നത്. ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഫണ്ട് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ളത്. ദെൻ ടാക്സ് അക്കൗണ്ടിങ് റിലേറ്റഡ് ടു ഇൻകം ടാക്സ് ലോസ് ആൻഡ് പോളിസീസ്. ലാസ്റ്റ് വൺ ഈസ് സോഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ അത്രയും ബ്രാഞ്ചസ് ആണ് എന്തെന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ദെൻ എന്താണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഏതൊക്കെയാണ്? ഫൈൻഡിങ് ഔട്ട് ഓഫ് വാരിയസ് ബാലൻസ്, അതായത് ബാലൻസ് ചെക്ക് ചെയ്യാൻ, നെറ്റ് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കും? നമ്മളെ ബിസിനസ്സിൻ്റെ ഫൈനാൻസ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ, ദെൻ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ഓരോ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, ഓരോ ഫങ്ഷൻ, ഓരോ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ഓരോ അക്കൗണ്ടിങ് ഫങ്ഷൻസ്, ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു നിങ്ങൾക്ക് എസ്റ്റിക്ക് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് മെയിൻലി എന്താണ് ഒരു 10ഓളം അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കി വെച്ചാൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് റെഫേഴ്സ് ടു ദ ബേസിക് അസംഷൻസ്, റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് വിച്ച് വർക്ക് ആസ് ദ ബേസിസ് ഫോർ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രിപ്പയറിംഗ് അക്കൗണ്ട്സ്. അതായത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ അക്കൗണ്ടിങ് പഠിച്ചു, അക്കൗണ്ടിങ് എന്താണെന്നൊക്കെ നോക്കി. അപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഓരോ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ? ഓരോ അക്കൗണ്ടും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻസിനെ എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെയുള്ളതിന് അക്കൗണ്ടിങ്ങിൽ കുറേ റൂൾസ് ആൻഡ് പോളിസീസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് തരം 10 കോൺസെപ്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഫസ്റ്റ് കോൺസെപ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത് ബിസിനസ്സും അതിൻ്റെ ഓണറും തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കും, ഒന്നായിരിക്കില്ല. അതായത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് നമ്മൾക്കൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനൊരു ഓണർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഒന്നായിട്ട് നമ്മൾ മെർജ് ചെയ്യാൻ പാടില്ല. ബിസിനസ്സിന് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് കാണണം എന്നാണ് പറയുക. അപ്പം ബിസിനസ്സും ഓണറും എന്തായിരിക്കും? ഡിഫറെൻറ്റ് എൻറ്റിറ്റി ആയിരിക്കും. അതായത് രണ്ടാളും സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിക്കാണ് ബിസിനസ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഓണർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ബിസിനസ് അവിടെ നിർത്തണം എന്നുള്ള രീതിക്കല്ല. അപ്പോൾ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. അപ്പം ഇത് രണ്ടും ഒന്നല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്കാണ് നമ്മൾ ബിസിനസ്സിനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന രീതിക്കാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിലുണ്ട്. ഞാൻ ജസ്റ്റ് അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം മെൻഷൻ ചെയ്തു പോവുക. സെക്കൻഡ് വൺ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ എന്താണ് പറയുന്നത്? ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ്സ്, അതായത് ഓൺലി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഓൺലി റെക്കോർഡഡ് എന്ത് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്? മോണിറ്ററി ട്രാൻസാക്ഷൻ. അതായത് എല്ലാ മണി ട്രാൻസാക്ഷൻസും ആയിരിക്കും എവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതല്ലാത്ത ട്രാൻസാക്ഷൻസ് ഒന്നും റെക്കോർഡ് ചെയ്യില്ല. മോണിറ്ററി ടേംസിലുള്ള മണി ട്രാൻസാക്ഷൻസ്, ഓൺലി മണി ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അതൊരു കോൺസെപ്റ്റാണ്. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മൂന്നാമത്തത് എന്താണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നത് എന്തിനായിരിക്കും? ഇന്ന് തുടങ്ങി നാളെ നിർത്താം എന്നുള്ളൊരു ലോജിക്കിലായിരിക്കുമോ എല്ലാവരും ബിസിനസ് തുടങ്ങുക? അല്ല, നമുക്കതൊരു ലോങ് ടേം പ്രോസസ്സായിട്ട് അല്ലെങ്കിൽ ലോങ് ടേം എൻറ്റിറ്റി കണ്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ബിസിനസ്സിന് എപ്പോഴും എന്തായിരിക്കും? ആ രീതിക്കായിരിക്കും ബിസിനസ്സിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ദെൻ ഫോർത്ത് വൺ എന്താണ്? കോസ്റ്റ് കോൺസെപ്റ്റ്. കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് ആക്ച്വൽ പ്രൈസ് ഇൻവോൾവ്. അതായത് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എപ്പോഴും ആക്ച്വൽ പ്രൈസിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അതായത് അതിൽ നമ്മളെ രീതിക്കുള്ള വേറെ ഇൻ്റർപ്രിട്ടേഷൻസ് ഒന്നും ഉണ്ടാവാതെ ആക്ച്വൽ പ്രൈസ് ഏതാണോ ആ പ്രൈസിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് കൺസേൺ കോൺസെപ്റ്റ് കൊണ്ട് കോസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റെഗുലർ ആൻഡ് പീരിയോഡിക് ഇവാലുവേഷൻ നടക്കണം ബിസിനസ് അല്ലേ? നമ്മൾ പറഞ്ഞു ഒരു പീരിയോഡിക്, ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ എപ്പോഴും എന്താണ്? ഒരു റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകുന്നത്. അപ്പം റെഗുലർ ആൻഡ് പീരിയോഡിക് ഇവാലുവേഷൻ എവിടെ നടന്നിരിക്കണം?
അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിൽ നടന്നിരിക്കണം. അതായത് ലോങ് ട്രാൻസാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഷോർട്ട് പീരീഡ് ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്ക്. എന്നാൽ അക്കൗണ്ടിങ് ബുക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് എന്താ നടന്നതെന്നുള്ളത് മനസ്സിലാവുന്ന രീതിക്കുള്ള ഒരു റെഗുലർ ആൻഡ് പീരിയോഡിക് അനാലിസിസ് അല്ലെങ്കിൽ മാനറിലായിരിക്കണം അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. ദെൻ എന്താണ് സിക്സ്ത് കോൺസെപ്റ്റ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്താ പേര് പോലെ തന്നെ എവറി ട്രാൻസാക്ഷൻസിന് രണ്ട് സൈഡ് ഉണ്ടാവും. അതായത് എന്താണ് ഒരു റിസീവിങ് സൈഡ് ആൻഡ് ഒരു ഗിവിങ് സൈഡ് അല്ലേ. നമ്മളിപ്പം നിങ്ങൾക്ക് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് വരുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ അവിടെ എപ്പോഴും ഒരു കൊടുക്കൽ ഒരു വാങ്ങൽ അല്ലേ, അങ്ങനെ രണ്ട് സൈഡ് ഉണ്ടായിരിക്കും. അപ്പം ആ രണ്ട് സൈഡും നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ പഠിക്കും ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. അപ്പം എവരി ട്രാൻസാക്ഷൻ ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് എന്തുണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ടായിരിക്കും. അപ്പം ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിൽ പറയുന്നത് അതായത് രണ്ട് സൈഡും ഉണ്ടാവും. അത് കൃത്യമായിട്ട് രണ്ട് സൈഡിനെയും മെൻഷൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ദെൻ എന്താണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. റിയലൈസേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താ, അതായത് ഒരു സെയിൽസ് നടക്കുകയാണ്. അപ്പം സെയിൽസ് നടക്കുന്ന സമയത്ത് അപ്പം തന്നെ എന്തുണ്ടായിരിക്കും, ഒരു സെയിൽസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു റവന്യൂ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് റിയലൈസേഷൻ കോൺസെപ്റ്റിൽ സമയത്ത് റവന്യൂ ആണ് അവിടെ റെക്കഗ്നൈസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ബിസിനസ്സിലേക്ക് എത്ര റവന്യൂ വന്നിട്ടുണ്ട് ആ റവന്യൂവിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്ത് റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ് മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റിൽ എന്താണ് പറയുന്നത്, ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ എക്സ്പെൻസ് ആണോ ഇൻകം ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇത്രയും എല്ലാ അക്കൗണ്ടിങ്ങും എന്താണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് ആയാലും പ്രോഫിറ്റ് ഓർ ലോസ് ആയാലും അത് മനസ്സിലാവുക ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പോൾ. അപ്പം അത് എന്താവും, ബാലൻസ് ഷീറ്റ് എപ്പോഴേക്കും എന്തായിരിക്കണം, ടാലി ആയിരിക്കണം പോവുന്നത്. അപ്പം ഫിനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് രീതിക്ക് പ്രിപ്പയർ ചെയ്യുന്നത്, മാച്ചിങ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ട്രേഡിംഗ് അക്കൗണ്ട് ആയാലും ശരി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും ശരി, എന്ത് ഇതാണ് നമുക്ക് ആ ബിസിനസ് പ്രോഫിറ്റിലാണോ അല്ലെങ്കിൽ ലോസിലാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഓക്കെ, ആ രീതിക്ക് വേണം എന്ത് ചെയ്യാൻ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകാൻ. ദെൻ എന്താണ് അക്രൂവൽ കോൺസെപ്റ്റ്. അക്രൂവൽ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്, നമുക്കിപ്പം അതായത് നമ്മളിപ്പോൾ ഒരു സെയിൽസ് നടത്തി, അപ്പോൾ നമുക്കൊരു ഇത്ര ഇൻകം കിട്ടണമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമുക്ക് അത്ര ഇൻകം കിട്ടിയില്ല. ചില സമയത്ത് നമുക്കത് എന്തായിരിക്കാം, എന്താ പറയുക, ക്രെഡിറ്റിലായിരിക്കും. അതായത് കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥ. ഭാവിയിൽ കിട്ടാൻ നമുക്ക് ആ സമയത്ത് തന്നെ നമ്മൾ സെയിൽസ് നടത്തിയ അപ്പം തന്നെ റെഡി ക്യാഷ് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് എന്തായിരിക്കണം, നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞു മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുക. അപ്പം പക്ഷേ ഇതിൽ നമുക്ക് എന്താണ്, പണം അപ്പം തന്നെ സെയിൽസ് നടക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. അത് നമുക്കൊരു ക്രെഡിറ്റർ ആയിട്ട് അയാൾ അവിടെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ അതെന്താണ്, ഭാവിയിൽ നമുക്ക് കിട്ടാനുള്ള ഒരു ഇൻകമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻകംസും നമ്മൾ എന്ത് ചെയ്യണം, ഈ കോൺസെപ്റ്റ് അക്രൂവൽ കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്താണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മൾ എപ്പോഴും ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിരിക്കണം, ഒരു ഫൈനാൻഷ്യൽ കോൺസെപ്റ്റിനെ നമുക്കിപ്പോൾ പറഞ്ഞു, നമ്മൾ ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് വരുന്ന സമയത്ത് അതല്ലാണ്ട് എന്തിനായാലും ശരി നമുക്ക് നമ്മളെ ബിസിനസ്സിൻ്റെ പ്രൂഫ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കണം ആ ബിസിനസ് ഓവറോൾ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നു, ഏതൊക്കെ ഫോർമാറ്റിൽ അത് മനസ്സിലായി എന്നുള്ളൊരു എവിഡൻസ്, ഒരു പ്രൂഫ് എപ്പോഴും എന്തായിരിക്കണം ബിസിനസ്സിൻ്റെ ഓണർ കീപ്പ് ചെയ്തിരിക്കണം അല്ലേ. നമുക്ക് നമ്മൾ മറ്റേ ഇതൊക്കെ ചെക്ക് ചെയ്യില്ലേ, അത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ വന്നിട്ട് നമ്മളെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസും നമ്മൾക്ക് പ്രോപ്പറായിട്ടാണോ നമ്മളെ ഡീലിങ്സൊക്കെ നടക്കുന്നതെന്നുള്ള ഫൈനാൻഷ്യൽ ഡാറ്റാസൊക്കെ അവർക്ക് വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ആ എല്ലാ റെക്കോർഡ്സും നമ്മളെ കയ്യിൽ കീപ്പ് ചെയ്തിരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഒരു 10 കോൺസെപ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ കോൺസെപ്റ്റ് ആയിരുന്നു, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്,
മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, അക്കൗണ്ട് പീരീഡ് കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ് ആൻഡ് അക്രൂവൽ കോൺസെപ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഇത്രയും കോൺസെപ്റ്റ്സും അക്കൗണ്ടിങ് എന്താണെന്നുള്ളതും ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോയത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കുക. ഞാൻ ജസ്റ്റ് അതിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.